ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴനാരായണിയും, ദശകം 57, പ്രലംബാസുരവസം. ഓരോ ദീനം കൊണ്ടൽ വർണ്ണൻ ബലരാമനൊത്തു ചേർന്നു ഗോക്കളും ഗോപന്മാരുമായി പുലർകാലത്തിൽ ഉജ്ജ്വലമായി വേഷം കെട്ടി ഓടക്കുഴലൂതിക്കൊണ്ട് കാനനത്തിലേക്കുമെല്ലെ യാത്രയായല്ലോ. വൃന്ദാവനത്തിൻ്റെ ഭംഗി ഏട്ടനെ കാണിച്ചുകൊണ്ടും പലവിധ കളികളിൽ വ്യാപൃതനായും ഭക്തമനം കട്ടെടുക്കും എൻ്റെ ഉണ്ണികൃഷ്ണനെന്നു ഭാണ്ഡീരകം എന്ന ആലിൻ ചുവട്ടിലെത്തി. ഇതിനിടെ കൃഷ്ണവധ തിന്നായിട്ടു എത്തിച്ചേർന്നു പ്രലംബനം ദയയില്ലാത്ത അസുരവീരൻ. ഗോപബാലകനായിട്ടു വേഷം കെട്ടി അസുരനും ഗോപവൃന്ദത്തോടു ചേർന്നു ലക്ഷ്യപ്രാപ്തിക്കായി. അസുരന്റെ വേഷമാറ്റം മനസ്സിലാക്കിയ കൃഷ്ണൻ അഭിനയിച്ചൊന്നും അറിയാത്ത പോലവേ ആലിൻചോട്ടിൽ ഗോപന്മാരെ ചേരിതിരിച്ചിരുത്തിട്ടു ആനന്ദകൃഷ്ണനോദന്ത യുദ്ധം തുടങ്ങി. രാമന്റെയും കൃഷ്ണന്റെയും നേതൃത്വത്തിൽ ഗോപജനം രണ്ടു സംഘമായി മാറി പൊരുതി നോക്കാൻ. അസുരനോ അവിടുത്തെ കൂട്ടത്തിലോരംഗമായി അസുരന്റെ വധത്തിനായി ദാഹിച്ചു കൃഷ്ണൻ. ജയിച്ചോനെ തോറ്റ വ്യക്തി തോളിലേറ്റി ഓടിയിടണം, യുദ്ധത്തിൻ്റെ നിയമമായി നിശ്ചയിച്ചല്ലോ. ശ്രീരാമാവോടേറ്റു തോറ്റു ചുമലിലേറ്റിയ കൃഷ്ണ, ഭക്തദാസ നിന്റെ ലീല അത്ഭുതം തന്നെ. ഗോപജനം തമ്മിൽ തമ്മിൽ മല്ലയുദ്ധം മുറുകവേ ബലരാമൻ പ്രലംബനെ തോൽപ്പിച്ചുവല്ലോ. ബലരാമനെ തന്നോടെ തോളത്തേറ്റി അസുരനും നിന്നിൽ നിന്നും ഏറെ ദൂരത്തേക്കു ഓടിപ്പോയി. ബലഭദ്രൻ ശരീരത്തിൻ ഭാരം കൂട്ടി അസുരനോ ബലം പോയി അവശനായി തീർന്ന സമയേ ഗോപാലകരൂപം മാറി അസുരരൂപം കൈക്കൊണ്ടു ബലരാമൻ പോലും ആദ്യം പകച്ചുപോയി. ഉയർന്നു നിന്നിടുന്നോരാ മരം പോലെ അസുരനും അതിനു മുകളിൽ ചിരി തൂകി രാമനും. അങ്ങകലെ കൃഷ്ണ നിന്റെ രൂപം കണ്ടു സന്തുഷ്ടനായി അസുരന്റെ തലയിലായി ആഞ്ഞടിച്ചല്ലോ. അസുരൻ മാരിച്ചു വീണു ഏട്ടനെ പുണർന്നു കൃഷ്ണൻ. അത്യന്തം സന്തുഷ്ടരായി ഗോപജനങ്ങൾ. രാമകൃഷ്ണ ദേവകൾക്കു പുഷ്പവൃഷ്ടി ചെയ്തു ഭംഗ്യാ ആകാശലോകത്തു നിന്നു ദേവജനങ്ങൾ. കാലാതീതനായിടുന്ന കാരുണ്യമൂർത്തിയം ദേവാ, കരിവണ്ടിൻ കാന്തിയേറും ഗുരുവാദേശ, പ്രലംബവാദത്തിനായി കർമ്മസാക്ഷിയായ ദേവാ, കാലം വൈകിടാതെ എന്നെ കാത്തുകൊള്ളേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.